ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കേഷൻസോ അല്ലെങ്കിൽ വീട്ടിൽ ആരെങ്കിലും വരുന്നുണ്ടെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പി കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിന് അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ആദ്യം തന്നെ ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് പിസ്താഷ്യോ ആണ് കേട്ടോ. ഒരു 50 ഗ്രാം പിസ്താഷ്യോ ഞാൻ എടുത്തിട്ടുണ്ട്. നന്നായി തൊലിയൊക്കെ കളഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ബട്ടർ കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതിന് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ. നന്നായിട്ട് പേസ്റ്റ് പോലെ അരിഞ്ഞെടുക്കണം എന്നില്ല, നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ. പക്ഷെ ഒരുപാട് കട്ട ആയി കിടക്കാനും പാടില്ല, എന്നാൽ ഒരു മീഡിയം സൈസിൽ കേട്ടോ. ആദ്യം തന്നെ ഒരുപാട് ബട്ടർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് നന്നായിട്ട് അരിഞ്ഞു കിട്ടാനായിട്ട് പാടായിരിക്കും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം വേണം നമുക്ക് വീണ്ടും ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ അരച്ചെടുത്തതിന് ശേഷം ഇതിലോട്ട് കുറച്ച് മിൽക്ക് മെയ്ഡ് കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ, അതായത് കണ്ടൻസ്ഡ് മിൽക്ക്. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യണം കേട്ടോ. പിന്നെ പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് മിൽക്ക് മെയ്ഡ് ഇതിൽ ചേർത്ത് കൊടുക്കരുത് കേട്ടോ. കാരണം നമ്മൾ ഓൾറെഡി ഇനിയും ഇതിലോട്ട് മധുരം ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഇത് ഒരുപാട് മധുരം മുന്നിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മട്ടിക്കാനായിട്ടുള്ള ഒരു ഇതുള്ളത് കൊണ്ടും നിങ്ങൾ ഇത്ര മാത്രം മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. ഇതിപ്പോൾ ഇതേ കറക്റ്റ് പരുവത്തിന് അരിഞ്ഞു കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പരുവത്തിൽ വേണം കേട്ടോ അരച്ചെടുക്കാനായിട്ട്. ഇനിയിപ്പോൾ ഞാനിവിടെ ഒരു സോസ് പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഒരു 1/4 കപ്പോളം ചെറിയ സേമിയ ചേർത്ത് കൊടുക്കുക കേട്ടോ. ചെറിയ സേമിയാണ് കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ കുനാഫ ഡോ ചേർത്ത് കൊടുത്താലും മതിയാവും. ഇപ്പം ഞാനിവിടെ ചെറിയ സേമിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളെ കയ്യിൽ കുനാഫ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ക്രഷ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഇതിൻ്റെ കൂട്ടത്തിൽ ബട്ടറോ നെയ്യോ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് ഡ്രൈ ആയിട്ട് തന്നെ ഒന്ന് വറുത്തെടുത്താൽ മതിയാവും കേട്ടോ. ഇനി ഇത് ഈ ഒരു കളർ ആവുന്നത് വരെ, അതായത് ബ്രൗൺ കളർ ആയതിനു ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഈ ഒരു സമയം കൊണ്ട് 10 രൂപയുടെ 2 ബൂസ്റ്റ് പാക്കറ്റും അതുപോലെ തന്നെ 1/2 കപ്പ് പൊട്ടുകടലയും കൂടി ഒന്ന് പൊടിച്ചെടുക്കുക കേട്ടോ. നല്ലോണം ഫൈനായി പൊടിഞ്ഞു പോരുത്, ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. പൊടിച്ചെടുത്ത് വന്നപ്പോൾ ഇവിടെ 1/2 കപ്പ് എന്നുള്ളത് 1 കപ്പായി മാറിയിട്ടുണ്ട് കേട്ടോ. അതായത് പൊട്ടുകടല നമ്മൾ 1/2 കപ്പാണല്ലോ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്, 2 പാക്കറ്റ് ബൂസ്റ്റും. അപ്പോൾ രണ്ടും കൂടി ചേർന്നപ്പോൾ ഇപ്പോൾ 1 കപ്പായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി ഇതിലോട്ട് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനും നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 4 സ്പൂണോളം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ പൊടിച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രം പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നാലാണ് നമുക്ക് ആ ഒരു കറക്റ്റ് ആ ഒരു പഞ്ചസാരൻ്റെ ഒരു ചെറിയൊരു ക്രിസ്പിനെസ് ഒക്കെ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. അടുത്തതായിട്ട് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ബട്ടറാണ് കേട്ടോ. ബട്ടർ ഞാനിവിടെ 2 സ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ബട്ടർ ഈ ഒരു അളവിന് ഇത്ര തന്നെ മതിയാവും കേട്ടോ. വെറും 2 സ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇപ്പൊ കറക്റ്റ് എല്ലാം അവിടെ നനഞ്ഞു കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ കയ്യിലെടുത്തൊന്ന് പിടിച്ചു കൊടുക്കുമ്പോൾ ഇങ്ങനെ പിടിക്കാൻ പറ്റണം. ഈ ഒരു പരുവത്തിൽ വേണം കേട്ടോ നമ്മൾ ബട്ടർ ചേർത്ത് കൊടുക്കാനായിട്ട്. നമ്മൾ പുട്ടിനൊക്കെ നനച്ചു കൊടുക്കില്ലേ, ആ ഒരു രീതിയിലാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു അളവിനാണ് കറക്റ്റായിട്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇത്ര തന്നെ ബട്ടർ ചേർത്ത് കൊടുത്താൽ മതിയാവും. പിന്നെ കൈ വെച്ച് ജസ്റ്റ് ഒന്നിങ്ങനെ എല്ലാം അവിടെ ഒന്ന് ആക്കി കൊടുക്കാം. ഈ ബൂസ്റ്റിന്റെയും പൊട്ടുകടലിന്റെയും കൂടി മണം വരുമ്പോൾ എനിക്ക് എപ്പോഴും ചൈൽഡ്ഹുഡ് മെമ്മറീസ് ആണ് കേട്ടോ ഓർമ്മ വരാറുള്ളത്. അന്നത്തെ കാലത്ത് നമ്മൾ ഇങ്ങനെയാണ് കേട്ടോ കഴിക്കാറുണ്ടായിരുന്നത്. ഇത് നമ്മുടെ ഒരു സ്നാക്കായിരുന്നു സ്ഥിരം. അപ്പോൾ അടുത്തതായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, ഒരു ക്ലീൻ ബൗള്. അതിലോട്ട് 1 കപ്പോളം വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. നന്നായിട്ട് സ്റ്റിഫ് ആവണത് വരെയും ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ബീറ്റ് ചെയ്യില്ലേ, അത്രത്തോളം ബീറ്റ് ചെയ്യരുത്. ഐസ്ക്രീം ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബീറ്റ് ചെയ്യില്ലേ, അത്രമാത്രം ബീറ്റ് ചെയ്താൽ മതിയാവും. ഇനി ഇതിലോട്ട് മെൽറ്റ് ചെയ്ത വൈറ്റ് ചോക്ലേറ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ 50 ഗ്രാം വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിനെ ഒന്നുകൂടി നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു വൈറ്റ് ചോക്ലേറ്റ് മെൽട്ടായിരിക്കുന്നെങ്കിലും നമ്മുടെ വിപ്പിംഗ് ക്രീം കുറച്ച് തണുപ്പാണല്ലോ, അതുകൊണ്ട് ഇതൊന്ന് കട്ടയാവും കേട്ടോ. അപ്പോൾ അത് കുഴപ്പമില്ല, അത് ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ ഈ ഒരു വൈറ്റ് ചോക്ലേറ്റ് മുഴുവനായിട്ട് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് 1 കപ്പ് വിപ്പിംഗ് ക്രീമിന് ഒരു 50 ഗ്രാമോളം വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൽ എക്സ്ട്രാ ഷുഗർ ഒന്നും ഞാൻ ആഡ് ചെയ്ത് കൊടുക്കണില്ല കേട്ടോ. ഇനി ഇത് ജസ്റ്റ് ഒന്ന് മിക്സായി വരുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. മിക്സായി വരുന്നത് വരെ മാത്രം ബീറ്റ് ചെയ്തെടുത്താൽ മതിയാവും, കൂടുതൽ ബീറ്റ് ചെയ്യരുത് കേട്ടോ. ഇനി അതിലോട്ട് കുറച്ച് വാനില എസൻസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 1.5 സ്പൂണോളം വാനില എസൻസ് കൂടി ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് ഒന്നുകൂടി ബീറ്റ് ചെയ്തെടുക്കുക. ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് ബീറ്റ് ചെയ്തെടുക്കരുത് കേട്ടോ, കുറച്ച് മാത്രം ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഞാനിതിനെ ഒരുപാടിട്ട് ബീറ്റ് ചെയ്യണില്ല, ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക മാത്രമേ ചെയ്യണുള്ളൂ കേട്ടോ. ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതിയാവും. പിന്നെ ഇതാണ് കേട്ടോ ഇതിന്റെ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി. ഇതിലോട്ട് നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ആഡ് ചെയ്ത് കൊടുത്തല്ലോ, അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കട്ടിയായിട്ടിരിക്കുന്നത്. അത് കുഴപ്പമില്ലേ. ഇനിയിപ്പോൾ ഇതിനെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ
ഞാനിവിടെ ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു കേക്ക് ടിൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ അകത്തായിട്ട് നന്നായിട്ട് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് എല്ലാവിടെയും ബട്ടർ ആക്കി കൊടുക്കണേ. ഒരു ഇപ്പൊ കണ്ടില്ലേ, ഞാൻ എല്ലാവിടെയും ബട്ടർ നന്നായിട്ട് തന്നെ തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാ സൈഡിലും തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഏറ്റവും താഴത്തെ ലെയറായിട്ട് സെറ്റ് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത് നേരത്തെ തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ബൂസ്റ്റും പൊട്ടുകടലയും കൂടി പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതാണ് കേട്ടോ. അത് ഏറ്റവും താഴത്തെ ലെയറിൽ ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്ന മുഴുവനും നമുക്ക് ഇതിലോട്ട് തന്നെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതുപോലുള്ള ഒരു സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് അവിടെ ഇരുന്നോളും. ഇതേ കണ്ടില്ലേ, എല്ലാവിടെയും ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് അടുത്ത ലെയർ ചേർത്ത് കൊടുക്കാം. അടുത്ത ലെയറായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ പിസ്താഷ്യൂവിന്റെ മിക്സ് ഉണ്ടായിരുന്നല്ലോ, അത് കേട്ടോ. അത് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ സെറ്റ് ചെയ്തിരുന്നില്ലേ, ഇങ്ങനെ ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് അതുപോലെ തന്നെ പ്രസ് ചെയ്തിട്ട് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ 2 ലെയേഴ്സും സെറ്റ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അടുത്തതായിട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന വിപ്പിംഗ് ക്രീം. ഇതിന്റെ പകുതി മാത്രം നമ്മൾ ഫസ്റ്റ് ലെയറായിട്ട്, അതായത് 3rd ലെയറായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇതിന്റെ പകുതി മാത്രം ഇപ്പൊ ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അതിന്റെ മുകളിലായിട്ട് ഇനി നമുക്ക് കുറച്ച് മാംഗോ വെച്ച് കൊടുക്കണം. അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ പകുതി ഭാഗം അതിന്റെ കൂട്ടത്തില് കുറച്ച് ക്രീം ചീസും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പൊ ആദ്യം നമുക്ക് ഈ ഒരു ലെയറിനെ സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ബാക്കി ഭാഗത്ത് നമുക്ക് കുറച്ച് ക്രീം ചീസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അൽമറായിന്റെ ക്രീം ചീസാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം ബീറ്റ് ചെയ്തെടുക്കരുത് കേട്ടോ. ജസ്റ്റ് നമ്മൾ ഈ സ്പാച്ചിൽ വെച്ച് തന്നെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതിയാവും. ഇവിടെ ചീസ് എല്ലാവർക്കും ഇഷ്ടമായത് കൊണ്ട് തന്നെ ഞാൻ കുറച്ച് അധികം തന്നെ ഇതിൽ ചീസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടുത്ത ലെയറായിട്ട് നമുക്ക് സെറ്റ് ചെയ്യണം. അതിന് മുമ്പായിട്ട് കുറച്ച് മാംഗോ പൾപ്പും കൂടി നമുക്ക് ഇതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ള മാംഗോ നല്ല പഴുത്തത് കൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നത്. അതല്ല പഴുപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഒന്ന് മിക്സിയിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തതിന് ശേഷം ആഡ് ചെയ്ത് കൊടുത്താലും മതിയാകും. ഇതിപ്പോൾ നല്ല പഴുത്ത മാങ്ങയാണ്, അതുപോലെ തന്നെ നല്ല സ്വീറ്റുമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ എക്സ്ട്രാ ഷുഗർ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഈ ഒരു മധുരം തന്നെ മതിയാവും. ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതിന്റെ ടോപ്പിലായിട്ട് ക്രീം ചീസ് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്ന വിപ്പിംഗ് ക്രീം ഇല്ലേ, അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇത് മുഴുവനായിട്ടും തന്നെ ഇതിന് മുകളിലായിട്ട് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിനെ ഒന്ന് സെറ്റ് ചെയ്യുക. ഇത്രയും തന്നെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കറക്റ്റ് ആയിട്ടുണ്ടാകും. ഇനി ഇത് മുഴുവനായിട്ടും ഈ ഒരു ടിന്നിലോട്ട് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ ഇത് കറക്റ്റ് ആയിട്ട് ആ ഒരു ലെവലിൽ നിന്നോളൂ കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഇതിന് മുകളിലായിട്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഇതുപോലൊരു ഷേപ്പ് വരഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഓപ്ഷണലാണ്. അതൊക്കെ കാണാനായിട്ടൊരു ഭംഗിക്ക് വേണ്ടി മാത്രം ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങളാണ്. ഇനിയിപ്പോൾ ഇതിന്റെ സൈഡിലൊക്കെ നിൽക്കണ ഈ ഒരു വിപ്പിംഗ് ക്രീം ഇല്ലേ, അത് ജസ്റ്റ് ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കുക. ഇനിയിപ്പോൾ അതിന് മുകളിലായിട്ട് ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി ഞാനിതുപോലെ ബൂസ്റ്റിന്റെ പൊടി ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാ സൈഡിലായിട്ട് ജസ്റ്റ് ഇങ്ങനെ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ് കേട്ടോ, വെറും ഭംഗിക്ക് വേണ്ടി മാത്രം ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഇനി ഇതിനെ ഒരു 6 മണിക്കൂറോളം ഫ്രിഡ്ജിൽ നമുക്ക് കീപ്പ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതിനെ സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഓവർനൈറ്റ് വെച്ചാലും മതിയാവും, അല്ലെങ്കിൽ 6 മണിക്കൂറോളം വെക്കാം. അതിന് മുമ്പായിട്ട് ഇതൊന്ന് കവർ ചെയ്യണം കേട്ടോ. ഒരു ക്ലിൻ റാപ്പ് എന്തെങ്കിലും എടുത്തിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഒരു 6 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു കേക്ക് സെറ്റായി വന്നിട്ടുണ്ടാവും. അപ്പോഴാണ് കേട്ടോ ഇതിന്റെ കറക്റ്റ് ടേസ്റ്റ്. ഇതിൽ നമ്മൾ ഇട്ടിട്ടുള്ള മാംഗോന്റെയും അതുപോലെ ബൂസ്റ്റിന്റെയും പൊട്ടുകടലിന്റെയും ഒക്കെ ഒരു പ്രത്യേക ഫ്ലേവർ ഇതിന് മൊത്തത്തിൽ ഇറങ്ങിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ. ശരിക്കും നമുക്ക് ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ടേസ്റ്റാണ്. എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ് കേട്ടോ ഇതിന്. കണ്ടില്ലേ, എല്ലാ ലെയേഴ്സും ഇതിൽ കറക്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്